സ്ത്രീകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൺസേൺ ക്യാൻസർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പേടി ഉണ്ടാവുന്നതിൽ പേടിയെക്കാട്ടിൽ കൂടുതൽ അവർക്ക് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം ഹെയർ ഫോൾ ഉള്ള ഒരു സംഭവമാണ്. ഹെയർ കംപ്ലീറ്റ്ലി കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. അത് പിന്നെ ഈ ഒന്നാമത്തെ കാര്യം ഹെയർ എന്തുകൊണ്ട് പോകുന്നു, രണ്ടാമത്തെ കാര്യം ഈ പോകുന്ന ഹെയർ റീഗ്രോത്ത് ചെയ്യുമോ? അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ കീമോതെറാപ്പിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ട്യൂമർ ടിഷ്യൂ വളരുന്നത്, സെൽസ് ഡിവൈഡ് ചെയ്യുന്നതും അത് കുറേ ഓക്സിജൻ കൂടുതൽ എടുക്കും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടുതൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്പി ഈ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ബോഡിയിൽ ആ ടൈപ്പ് സെൽസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടിട്ട് ഇത് ആക്ട് ചെയ്യും. കാരണം ഈ കീമോതെറാപ്പി ഡ്രഗിന് അറിയില്ലല്ലോ ഞാൻ ക്യാൻസറിനെ മാത്രം പോയി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ആളാണെന്ന് കീമോതെറാപ്പിക്ക് അറിയില്ല. അപ്പോൾ അവർ കൊണ്ടിട്ട് ആ ടൈപ്പ് ക്യാൻസറിനൊക്കെ നശിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത്. നമ്മളൊരു കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഫാസ്റ്റ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള എല്ലാ സെൽസിനും അതിൻ്റെതായ കുറച്ച് ഡാമേജസ് ഉണ്ടാവും. നമ്മൾ അതിനാണ് ടാർഗറ്റഡ് തെറാപ്പിയും പ്രിസിഷൻ മെഡിസിനൊക്കെ ഇപ്പോൾ വരുന്നത്. അതായത് ക്യാൻസർ സെൽസിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ നോക്കി പഠിച്ച് അതിനെ മാത്രം എതിർക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ അതാണ്. ബട്ട് കീമോതെറാപ്പിയിൽ ഒരു ജനറൽ ട്രീറ്റ്മെൻ്റ് ആണത്. അപ്പം പ്രോപ്പർ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്നതോടുകൂടി ബാക്കിയുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ചില സെൽസിനെ അത് നശിപ്പിക്കും. അതുകൊണ്ടാണ് വായിൽ അൾസർ വരാം, മ്യൂക്കോസൈറ്റിസ് വരും, സ്കിന്നിൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അങ്ങനെയുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള സെൽസൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ആകുന്നത്. അതിൻ്റെ പാട്ടാണ് ഈ ഹെയർ ഫോളിക്കിൾ പ്രോബ്ലം എന്ന് ഹെയർ കൊഴിയുന്നത്. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടി എന്താ പറയുക, ഈ ഐസ് കൂളിംഗ് മെത്തേഡ്സ് അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് അവിടുത്തെ ആക്ടിവിറ്റി കുറക്കാം, അതിനെ എന്താ പറയുക ഹൈബർനേഷനിലേക്ക് പോവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും 100% ഫോൾ പ്രൂഫ് അല്ല. എന്നാൽ പോലും ചില കീമോതെറാപ്പിക്കാണ് ഇതുപോലുള്ള ഹെയർ ഫോൾ ഒക്കെ ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഓവറി ക്യാൻസറിൻ്റെയും കീമോതെറാപ്പി ഹെയർ ഫോൾ ഉണ്ടാക്കുന്നുണ്ട്.